എന്താണ് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഗർഭത്തിന്റെ ലക്ഷണമാണ്. അല്പ പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ആ, ഇവരെല്ലാം വേഗം വാർഡിലേക്ക് കൊണ്ടു പോണോ? ഒന്നും പറഞ്ഞു പോലുമില്ല, എന്താണെന്നൊന്ന് പറഞ്ഞും കൂടെ ഇല്ല. ഓ നടക്ക. എന്നാലും അവൾ ഒപ്പിച്ചോണ്ട് ആളോടി വന്നത് ഭയങ്കര. പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടന്ന ശരീരം ഒന്നും അളക്കരുത്. എന്താണ് ഡോക്ടർ സാറേ വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. അധികം യാത്രയൊന്നും ചെയ്യണ്ട. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് തരാം. അപ്പോഴേ എന്താ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു? ചുമ്മാ ഇരിക്കുക വിട്ട. ഇതാ ടാബ്ലറ്റ്. മേനോൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാ നടക്കും തോന്നുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ കരുതി മേനോൻ ചേട്ടന്റെ പേര് വീരരാഘവ മേനോൻ എന്നാണെങ്കിലും വീട്ടിൽ വന്ന ശാന്തരാഘവ മേനോനായിട്ട് മാറും. അത് രവി എന്നെ ഒന്ന് വാരിയതാണല്ലോ. ആ, സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു. അല്ല ഇതാര്? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. മേനോൻ ചേട്ടനെ കണ്ടു പോകാന്ന് കരുതി. ഇവർ കാപ്പി കൊടുത്തു ശാന്തം? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പോട്ടെ എടുത്തി. പറഞ്ഞതൊക്കെ മറക്കരുത്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. വരട്ടെ. ഓക്കെ വരട്ടെ. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെങ്ങനെ വാങ്ങിക്കാനാ? കാലത്ത് ചെന്നപ്പോ മുതലേ ഏടാകുടങ്ങളാ. അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ? അവന്മാരെ അയച്ചാ ഒത്തിരി മുതലാവും. കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാര് കക്കും. അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന. അവന്മാരാകുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ് മോഷ്ടിക്കല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികൾ. പോകാൻ രവിട്ട, സമയം ഒരുപാടായി. ശാന്തടുത്ത് കാണണ്ട. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്ക് പറയാ. ശാന്തടുത്ത് ചോദിച്ചാ രവിയിട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ. അതിനിപ്പോഴേ റെസ്റ്റ് എടുക്കണം. മാസത്ര കിടക്കുന്നു. ഈ രവിയേട്ടന് ഒന്നും അറിഞ്ഞൂടാഞ്ഞിട്ടാ. അത് ഞാൻ പ്രസവിച്ചിട്ടില്ല. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മുത്തശ്ശിയുടെ കത്തുണ്ടായിരുന്നു. എന്താ നാട്ടിലെ വിശേഷം? എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാസക്കണക്ക് നോക്കിയിരിക്കത്രേ. നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ? നിനക്ക് പോണമെന്നുണ്ട്. രവിയേട്ടനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരൂ. പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരുടെ അവകാശമോ? എന്ത് അവകാശമായാലും കൊള്ളാം. ഇവിടെ ആവുമ്പോ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. ആദ്യത്തെ മണിക്കൂട്ടന്റെ പ്രസവം ഇവിടെ, സെക്കൻഡ് മണിക്കുട്ടിയുടെ പ്രസവം അവിടെ. എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. ആ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഉള്ളന്നൂലും മറ്റും വാങ്ങാനുണ്ട്. വെറുതെ ഇരിക്കുമ്പോ കുട്ടിയുടുപ്പ് തിന്നാനാ. മണിക്കുട്ടനോ അതോ മണിക്കുട്ടിക്കോ? കുട്ടിയുടുപ്പ് മണിക്കുട്ടനും മണിക്കുട്ടിക്കും ഇടാം. രണ്ടെണ്ണം. ഇന്ത്യയൊക്കെ വണ്ണം കുറയുന്നില്ലല്ലോ. അതെങ്ങനെ പറയാനാ? നമ്മുടെ റേഷനല്ലേ തിന്നുന്ന. ഒരു പുതിയ സാധനം വരുന്നുണ്ട്. എന്താ പേര്? രജനി. എന്ത് തെറ്റ് ചെയ്തിട്ടാ രജനി ഇവിടെ? എന്താ ഇവിടെ ജോലി?
ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തു പോയാൽ പുതിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക്, രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷ? ഒരു നിമിഷത്തെ ശിക്ഷ. മനസ്സിലായില്ലല്ലേ? ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ. തൂക്കുമരവും കാത്തുകിടക്കുന്ന കൊലയാളിയാണ് ഞാനിന്ന്. ഇരട്ട കൊലപാതകം. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ. ഒരു കണക്കിന് ജീവപര്യന്തത്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ. വർഷങ്ങളോളം ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ആത്മപീഡനം അനുഭവിക്കേണ്ടത്. ഇനി 5 മാസം 5 ദിവസം. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രജനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു. ശ്രീദേവിക്കറിയാമോ, ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. നീണ്ട 5 വർഷത്തെ ദൈവികമായ പ്രേമത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത്. മകളുടെ ഭർത്താവിന് സ്വന്തം മകനായും ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയായും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം. പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യെ കിട്ടി കൊടുവാണെടുത്ത് വെട്ടി രണ്ടിനെയും കൊന്നു. തന്റെ പാട്ട് ഇന്നലെ വളരെ മോശമായി. അന്ന് ഫൈൻ ആർട്സ് ഹോളിൽ പാടിയതുപോലെ ഇതുവരെ ഒരിടത്ത് കേട്ടിട്ടില്ല. സ്റ്റേജിന് മുന്നിൽ വന്നിരുന്ന് ഗോഷ്ഠി കാണിച്ചാൽ പിന്നെ ഇങ്ങനെ പാട്ട് നന്നാവുന്നത്? ആ, നമുക്ക് അവിടെ പോയി ഒരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, തണുത്തൊന്നും എനിക്ക് വേണ്ട. ഓ, പാട്ടുകാരിയല്ലേ, തണുത്തത് കഴിച്ചാ തൊണ്ട പോവുമായിരിക്കും. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് കുവൈറ്റിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയിലെ ബിസിനസ് എക്സിക്യൂട്ടീവ്. 4 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. അതുവരെ ഈ ബാങ്കിലെ ജോലി തുടരാമെന്ന് വിചാരിച്ചു. എന്തിനാ സതീഷ് ഇത്രയും ദൂരെയൊക്കെ പോകുന്നത്? ഇപ്പോഴുള്ള മാനേജർ ഉദ്യോഗം പോരെ? അതിനെന്തോ ഒരു കുറവ്? എടി പെണ്ണേ, എനിക്ക് കുവൈറ്റിൽ കിട്ടിയിരിക്കുന്ന ജോലി ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആ, നീ വിഷമിക്കാതെ. അവിടെ പോയാൽ എന്നെ കാണാൻ പറ്റില്ലെന്നായിരിക്കും. ജോയിൻ ചെയ്ത് 6 മാസം കഴിഞ്ഞ് ഞാനിങ്ങ് വരത്തില്ലേ? എന്നിട്ട് നിന്നെയും കൂട്ടി ഒരു പോക്കുണ്ട് കുവൈറ്റിലേക്ക്. മിസ് ശ്രീദേവിയായിട്ടല്ല, മിസ്സസ് സതീഷായിട്ട്. ഹണിമൂണൊക്കെ അവിടെ. എന്റെ വാച്ച് എവിടെ? ശാന്തമ്മേ, ഇതെവിടെ കൊണ്ട് വെച്ചു? എന്തിനാ വിളിച്ചു പോകുന്നത്? എന്റെ വാച്ച് കണ്ടോ? വാച്ച് നിങ്ങൾ അവിടെയല്ലേ വെക്കാറുള്ളത്? കണ്ണു തുറന്നു നോക്ക്. എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ. അയ്യോ, എന്റെ വാച്ചും കാണുന്നില്ല, ഹാൻഡ് ബാഗും ഇല്ല. ഇന്നലെ ശമ്പളം വാങ്ങിച്ച മുഴുവൻ രൂപയും അതിലുണ്ടായിരുന്നു. എന്റെ ബാഗിലും ഉണ്ടായിരുന്ന രൂപ ഇത് ആരെടുക്കാൻ? അയ്യോ, നീ ഇത് കണ്ടോ? ഇത് കള്ളം കയറിയതാണല്ലോ. നീ ആ സ്വർണ്ണപ്പട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കി? അതൊക്കെ എവിടെ ഉണ്ട്? ചേടാ, നാണക്കേടായല്ലോ. ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കള്ളം കയറിയ നാളെ പത്രക്കാരെഴുതുമല്ലോ. നിങ്ങൾക്ക് പത്രക്കാരറിയുന്നല്ല വിഷമം. പോയ സാധനങ്ങൾ കിട്ടാൻ എന്തെങ്കിലും വഴി നോക്ക്. പോയതങ്ങ് പോട്ടെ ശാന്തമ്മേ, നാട്ടുകാരറിഞ്ഞ എനിക്കാ കുറച്ചില്. അല്ല, കക്കാൻ വന്നവൻ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരുന്ന ജയിൽ സൂപ്രണ്ടെന്ന നെയിം ബോർഡ് കണ്ടു കാണില്ല. കണ്ടെങ്കിൽ അവൻ കയറില്ലായിരുന്നു. പിന്നെ കക്കാൻ വരുന്നവൻ നെയിം ബോർഡ് നോക്കിയിട്ടല്ലേ വരുന്നത്. നാണക്കേടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ. ശരി, സ്റ്റേഷനിലേക്ക് പോവാം.
എടി ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നല്ല ഭക്ഷണം, പുറത്ത് ആസ്പത്രിയിൽ പോയുള്ള ചികിത്സ. എടി എടി മതി നിർത്ത്. എടി നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്കും പുറത്തു പോയി ചുറ്റിക്കറങ്ങാമായിരുന്നു. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ രജനി. ഈ ക്യാപ്സൂൾസും ടോണിക്കും കഴിക്കണം. ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കണം. എന്നും ഇഞ്ചക്ഷൻ എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ? ഹിന്ദു കല്യാണിയമ്മയും കൂട്ടി വന്നോളൂ. ഭാര്യമാര് ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി. ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞാ പിന്നെ റൊട്ടീൻ ആയിക്കൊള്ളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരാണ് ഇവിടെ അവിടെ കിടക്കുന്നത്? നീ എപ്പോഴും പറയാറില്ലേ ആ പാട്ടുകാർ ശ്രീദേവി ജയിലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നായിരിക്കും. പാവം. ഭാര്യ വിട്ടാ നമുക്കൊന്ന് പോയി കണ്ടിട്ട് എന്തിനാ വരാം. ഇന്ദു വെറുതെ ആവശ്യമില്ലാതെ? ഒരു മിനിറ്റ് ഇപ്പൊ വരാന്നേ. ആ നീ പോട്ടോ, ഞാൻ ഇവിടെ ചെൽ. ആരാ? ഞാൻ ഈ കുട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി, ദേവിനെ ആരെ കാണാൻ വന്നിരിക്കുന്നു? ആരാ? എന്റെ പേര് ഇന്ദു. ഞാൻ ഡോക്ടർ ശാന്തയെടുത്തി ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ അസുഖം? നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ. ഇതെത്രയും മാസം? 7. എനിക്ക് 5-ാം മാസമാണ്. ഞാൻ പോട്ടെ ശ്രീദേവി. രവിയേട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവുന്നറിയോ? വീട്ടിലുള്ളവർക്ക് അതിന്റെ ദോഷം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിതൊന്ന് വായിച്ചു തീർത്തോടെ. രാത്രി കുറച്ചു നേരം എന്തെങ്കിലും വിശേഷം പറയാൻ രവിയേട്ടന് കിട്ടും. അപ്പൊ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. ഇന്ദു മായത്തിന് ഇങ്ങോട്ടാ. ഞാൻ പറഞ്ഞതുവല്ലോ രവിയേട്ടൻ ശ്രദ്ധിച്ചോ? എന്ത് ശ്രദ്ധിക്കാൻ? നിനക്ക് ആപ്പടെ ഒരു സബ്ജക്റ്റിലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ച് ആ പെണ്ണെ കാണിച്ചു തരാൻ പോയത് അബദ്ധമായി. ആ കുട്ടിയെ കണ്ടാലറിയാം നിരപരാധിയാണെന്ന്. നാളെ ഞാൻ ആശുപത്രി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ചേടാ, ഞാൻ കേസ് വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെയല്ല എന്റെ ഭാര്യ പോയി കാണുക, കുശലം പറയുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. നല്ല ഏർപ്പാടാണല്ലോ. നിനക്ക് ആ പെണ്ണിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? നീ ഇങ്ങനൊരു പഞ്ചഭാവമായി പോയല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്ന നമ്മുടെ മണിക്കൂട്ടനാ.